ഒരു കുർബാന സ്വീകരണത്തിന് പോയ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. ഏബൽ വിനോദ് എന്നാണ് ഇവൻ്റെ പേര്. ഇവൻ്റെ ഫസ്റ്റ് ഹോൾ കമ്മ്യൂണിയൻ ഡേ ആയിരുന്നു. അപ്പോൾ അതിന് പോയപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു ചെറിയൊരു വ്ളോഗാക്കി എടുക്കാം. അപ്പോൾ ഞങ്ങൾ പള്ളിയിലേക്കൊന്നും എത്തിയില്ല, വളരെ നേരം വൈകി. ആസ് യൂഷ്വൽ 12 മണിയൊക്കെ കഴിഞ്ഞു. പള്ളിയിലത്തെ പരിപാടി കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടി കുറച്ച് ദൂരെ പാർക്ക് ചെയ്തു, കാരണം അവിടെ എല്ലാവരുടെയും വണ്ടി കൂടി ആകുമ്പോൾ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് നടക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വളരെ എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ കുറേ നിന്നതും കളിച്ചതുമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണിത്. സ്ഥലം വടമയാണ്, മാളയ്ക്കടുത്ത് വടമ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവരുടെ വീട്. വിനിച്ചേട്ടൻ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോനാണ്. അവൻ്റെ കുർബാന കൊള്ളപ്പാടിനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആളുകളൊക്കെ ഉണ്ടായിരുന്നു, കാരണം പള്ളിയിൽ തന്നെ കഴിഞ്ഞ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം എല്ലാവരും ഉണ്ടായിരുന്നില്ല, എന്നാലും നാട്ടിലുള്ളവരെല്ലാവരും തന്നെ ഏകദേശം എത്താൻ ശ്രമിച്ചായിരുന്നു. അപ്പോൾ എല്ലാവരെയും കണ്ടതിൻ്റെയും അവരോടൊക്കെ വിശേഷങ്ങൾ പങ്കിട്ടതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇതും. ഞാൻ പലപ്പോഴായിട്ട് പല സമയങ്ങളായിട്ട് കുട്ടി കുട്ടി വീഡിയോസായിട്ട് ഇത് ഒരുമിച്ച് വ്ളോഗാക്കുന്നതാണ് കേട്ടോ. അവൻ പാവം കഷ്ടപ്പെട്ടു, ആ ചൂടത്ത് ഒത്തിരി നിന്ന് വിഷമിച്ച് വേർത്തു. അപ്പോൾ ഇതാണ് കേട്ടോ സ്റ്റേജ് പോലെ ഡെക്കറേറ്റ് ചെയ്ത സ്ഥലം. ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഏകദേശം കേക്ക് കട്ടിങ്ങും പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരുടെ ബന്ധുക്കളും അവരെയൊക്കെ കാണാനും സംസാരിക്കാനും പറ്റുന്നൊരു സമയമാണല്ലോ ഇത്. അപ്പോൾ ഞങ്ങൾ കസിൻസും അവരുടെ പിള്ളേരും എല്ലാവരും കൂടി നല്ലൊരു സമയമായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ മെയിൻ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. ചൂട് നന്നായി കുറവായിട്ട് എനിക്ക് തോന്നി. അവിടെ കുറേ മരങ്ങളൊക്കെ ഉള്ള കാരണം ഞങ്ങൾ കുറച്ച് നേരം വീടിൻ്റെ അകത്തൊക്കെ ഇരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിരുന്നു. പിന്നെ ഒത്തിരി പരിചയമുള്ള ആൾക്കാരെ നമ്മൾ കുറേ നാൾക്ക് ശേഷം കാണുമ്പോൾ നമ്മൾ കുറേ വിശേഷങ്ങളൊക്കെ പറയുമല്ലോ, അങ്ങനെയൊക്കെയുള്ളൊരു സമയമായിരുന്നു അത്. ഞാൻ എൻ്റെ വെക്കേഷൻ ടൈമിലൊക്കെ കുറേ അധികം നിന്നിട്ടുള്ള വീടാണ് കേട്ടോ അത്, ആൻറ്റിയുടെ വീട്. ആൻറ്റി ഇപ്പം ഇല്ല, ആൻറ്റി മരിച്ചുപോയി. അപ്പോൾ പിന്നെ അങ്ങോട്ടൊക്കെ ചെല്ലലൊക്കെ കുറഞ്ഞായിരുന്നു. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഇത് വിനിച്ചേട്ടൻ്റെ വൈഫിൻ്റെ അനിയത്തിയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. ഇത് ഇപ്പുറത്തിരിക്കുന്നത് അവിടുത്തെ ആൻറ്റിയുടെ മോളുടെ മോനാണ്. അവനൊക്കെ വളരെ ചെറുപ്പത്തിൽ ഞാൻ അവനോട് പറയായിരുന്നു, നിൻ്റെ ചെറുപ്പത്തിൽ എന്തോരാണ് ഞാൻ എടുത്ത് നടന്നേക്കുന്നതെന്നൊക്കെ പറയായിരുന്നു. പിന്നെ നമുക്ക് അറിയാത്തവരായിട്ട് കുറേ ആളുകളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരായിട്ടും ഞാനിങ്ങനെ സംസാരിക്കും, എനിക്കങ്ങനെ വേർതിരിവൊന്നുമില്ല, അറിയണമെന്നൊന്നും നിർബന്ധമില്ല. എല്ലാവരായിട്ട് സംസാരിച്ചിങ്ങനെ നടക്കായിരുന്നു. പിന്നെ ചൂട് കാരണം 2-3 ഫാൻ വെച്ചെങ്കിലും ഒരു ഫാൻ അപ്പോൾ കംപ്ലൈൻ്റ് ആയി. അപ്പോൾ വേറെ ഫാൻ കൊണ്ട് വെക്കുകയാണ്. അപ്പോൾ അമ്മ ഓരോ വർത്താനമൊക്കെ കേട്ട് ഇങ്ങനെ തലക്കായിട്ടിരിക്കുകയാണ്. ഞാൻ എന്താ വോയിസ് ഓവർ ചെയ്യണേന്ന് ചോദിച്ചാൽ ഇതിൽ കുറേ പാട്ടുകൾ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പം ഇനി കോപ്പി റൈറ്റ് എങ്ങനെയാണെന്നൊന്നും എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. ഇത് അമ്മയുടെ ആങ്ങളെയാണ് കേട്ടോ, ചാലക്കുടിയിലത്തെ പപ്പ, ജോൺസൺ എന്ന പേര് പപ്പ. അപ്പോൾ പപ്പയൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. പപ്പയുടെ കൈ മുറിഞ്ഞതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു. വോയിസ് ഓവർ ചെയ്തത് കട്ടായി പോയിട്ടോ. അപ്പോൾ ഞാൻ പിന്നെയും റെക്കോർഡ് ചെയ്യാണ്. ഞാൻ പിന്നെയും എല്ലാവരോടൊക്കെ ഒന്ന് സംസാരിക്കാനായിട്ട് പിന്നെയും പോവാണ്. അപ്പോൾ ഓരോരുത്തരുടെ റൂമുകളിലായിരുന്നു മിക്കവരും. അപ്പോൾ അവരോടൊക്കെ പറഞ്ഞ് പോകണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് കണ്ട എല്ലാവരോടും പറഞ്ഞ് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തതാണ് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അപ്പനും അമ്മയും ഞാനും കൂടിയായിട്ടാണ് ഇരുന്നത്. ഇത് മഞ്ചേച്ചിയുടെ മോള്, അവൾ 10th എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ പിന്നെയും കുറേ കുട്ടികളൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ ആളുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. അയൽവകത്ത് തന്നെ ഇങ്ങനെ ഹോളി കമ്മ്യൂണിയൻ്റെ പരിപാടികളുള്ളതുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വരുമായിരുന്നു. പിന്നെ നമ്മൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് പയ്യെ ഇറങ്ങി കേട്ടോ. പോരണ വഴിക്ക് ഞങ്ങൾ മോളിമാമ്മയുടെ വീട്ടിൽ കയറി. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ മോളിമാമ്മയോടൊക്കെ സംസാരിച്ചിട്ട് തിരിച്ച് വീട്ടിലെത്തിയത്. അപ്പോൾ പറയായിരുന്നു ഇനി എന്നാ ഇങ്ങോട്ട് വരാമെന്നൊക്കെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കായിരുന്നു. അങ്ങനെ ഇന്നൊരു നല്ലൊരു ദിവസമായിരുന്നു. കുറേ പേരെ കണ്ടു, കുറേ പേരോട് സംസാരിച്ചു, ഒത്തിരി സന്തോഷമായി. ഇനിയും ഇതുപോലെ കൂടാൻ സാധിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും വിഷ് ചെയ്യുന്നു. താങ്ക് യു.